ഞാൻ കലാമണ്ഡലം ഗീത, പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരിയിലാണ് താമസം. കലാമണ്ഡലത്തിൽ നിന്നും ഡാൻസ് ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം 22 വർഷമായി നൃത്തത്തിൽ തന്നെ തുടർന്നു വരികയാണ്. നന്മ ബാലയരങ്ങ് ജില്ലാതല കലോത്സവത്തിൻ്റെ ഭാഗമായി HS വിഭാഗം നാടോടി നൃത്തത്തിൻ്റെ വിധി നിർണയമാണ് ഞാനിവിടെ ചെയ്യുന്നത്. 27 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. ചെസ് നമ്പർ 441 A ഗ്രേഡ്. കണ്ണ് നിറയണ പാട്ട് കേട്ടാലോ നെഞ്ചില് ചോരക്കിനിയണ പാട്ട് പൂവാതെ പൊന്നമ്മയുടെ പാട്ട്. ചെസ് നമ്പർ 601 A ഗ്രേഡ്. കണ്ണേ മടങ്ങുക കനവേ മയങ്ങിടുക. കലം വേണമാ കാലോ ചേച്ചി, സട്ടിക്കുട്ടി കാലം വേണോ സട്ടിക്കുട്ടി കാലോ. തന്തിന്നാനെ 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 താനക ചിന്തക താനക ചിന്തക തന്തിന്നാനെ തന തന തിന്തക തിന്തക തന്തിന്ന താനിന്ന താനിനാനെ. തെക്ക് 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 തെങ്ങോല പാടുന്ന കേരള നാട്ടിൽ വന്നവൾ ഞാൻ. ചട്ടിക്കുട്ടി കാലങ്ങൾ വിൽക്കുവാൻ കാലങ്ങളേറെയായി വന്നവൾ ഞാൻ. കുമ്പാര കോളനിയാണേ, കുന്തിപ്പുഴ തീരത്തങ്ങാണേ, സർക്കാർ പണിത് തന്നൊരു ലക്ഷം വീട്ടിൽ താമസമാണേ. അടുത്ത ലെവൽ സ്റ്റേറ്റ് കലോത്സവത്തിന് മത്സരിക്കാനായി ഇവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന 10 പേർക്ക് B ഗ്രേഡും 15 പേർക്ക് C ഗ്രേഡുമാണ് ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ രമേശ് ഉണർവ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് നാടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ മത്സരങ്ങൾക്കും നാടൻപാട്ട് മത്സരങ്ങൾക്കും സ്കൂൾ കോളേജ് തലത്തിലൊക്കെ വിധികർത്താവായിട്ട് ഏകദേശം 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. കൽപ്പറ്റ ഉണർവ് നാടൻ കലാ പഠന കേന്ദ്രം ഡയറക്ടറാണ്. അപ്പോൾ മലയാള സംഘടനയുടെ കലാകാരന്മാരുടെ ദേശീയ സംഘടനയുടെ നന്മയുടെ ബാലരംഗിലെ നാടൻപാട്ട് HS വിഭാഗത്തിലാണ് വിധി പറയാൻ പോകുന്നത്. 16 പേരാണ് ആകെ പങ്കെടുത്തത്. അതിൽ 5 പേർക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ 16 പേർക്കും നാടൻപാട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി അല്ലെങ്കിൽ നാടൻ കലാപ്രവർത്തകൻ എന്ന രീതിയിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ അടഞ്ഞ കാലഘട്ടത്തിലും ഈ കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിലും ഓൺലൈനിലായിട്ട് ഇങ്ങനെ നാടൻപാട്ട് സംഘടിപ്പിക്കാൻ മുന്നോട്ട് ഇറങ്ങിയ നന്മ സംഘടനയിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ 16 പേരിൽ നിന്ന് 2 പേരെ നമുക്ക് എന്തായാലും നല്ല മെച്ചമുള്ള അല്ലെങ്കിൽ മത്സരത്തോട് ചേർന്ന് നിന്നിട്ട് പരിപാടി അവതരിപ്പിച്ചവർക്ക് 2 ടീമാണത്. കോഡ് നമ്പർ D163. വടക്കേലന്റെ പപ്പനും പോയേ, വടക്കേലന്റെ കുഞ്ഞമ്മ പോയേ, കാര്യാകോട്ടുമാലയ്ക്ക് ഇറ്റയ്ക്കും പോയ്. വടക്കേലന്റെ പപ്പനും വന്നേ, വടക്കേലന്റെ കുഞ്ഞമ്മ വന്നേ, ഞങ്ങളുടെ അപ്പനമ്മേനെ കാണാനില്ലേ. ഒന്നുണ്ട് കേക്കണം ഞാനേ, ഒന്നുണ്ട് കേക്കണം കുഞ്ഞാനേ, നമ്മുടെ അപ്പനമ്മേനെ കണ്ടോ നീയേ. കോഡ് നമ്പർ D163, അതുപോലെ തന്നെ D508 എന്നീ 2 ടീമുകളാണ് മികച്ച നിലവാരം പുലർത്തിയത്. മന്ദാരോ മുല്ലനൽ
കാലത്തിൻ പത്രമങ്ങ തലമുടിയിലണിഞ്ഞിട്ടു കാണാമേറെ ചിലപ്പോൾ കണ്ടാൽ ഏറ്റവും കൗതുകമുള്ളോരു മുടിയിൽ പൂണ്ടാളും ചണ്ഡികേ സമസ്താന്തികേ ഭഗവതി വരിക പോലിക എൻ്റെ ചോരേ പാട്ടിൻ്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വൃത്തിയിൽ നമുക്ക് കേട്ട സമയത്ത് മറ്റു മത്സരങ്ങളാകുമ്പോൾ നമുക്ക് ആലോചിക്കാനുള്ള സമയമില്ല. ഇത് നമ്മൾ 6-7 പ്രാവശ്യം ഞാനും നിതിൻ PC കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ വയനാട് ജില്ലയിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ള നിതിൻ PC തുടങ്ങിയ ആളുകളും ചേർന്നിട്ടാണ് നമ്മളിരുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം നമുക്കത് കേട്ടപ്പോൾ തന്നെ തോന്നിയത് ഈ 2 ടീമുകളാണ് മികച്ചതായിട്ട് നിന്നത്. അപ്പോൾ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാവർക്കും തുടർന്നും നല്ല തനത് പാട്ടുകളും എഴുത്തുപാട്ടുകൾ മാക്സിമം മത്സരങ്ങൾക്ക് ഒഴിവാക്കുക. പകരം തനത് പാട്ടുകൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ തുടർന്നുള്ള വേദികളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള മത്സരങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. കൂടാതെ പാട്ടുകളൊക്കെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് തനത് പാട്ടുകൾ കിട്ടും. തനത് പാട്ടുകൾ നിങ്ങൾ കൂടുതലായിട്ട് പരിപോഷിക്കുക. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. നമസ്കാരം. ഭരതനാട്യ ഹൈസ്കൂൾ വിഭാഗ ആൺകുട്ടികളുടെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഒരു മത്സരാർത്ഥി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കോഡ് നമ്പർ D301 A ഗ്രേഡോടുകൂടി അടുത്ത മത്സര ഘട്ടത്തിലേക്ക് പോകുവാൻ അർഹത നേടിയിരിക്കുന്നു. നമസ്കാരം. ഭരതനാട്യ ഇനത്തിലെ ഹൈസ്കൂൾ വിഭാഗ പെൺകുട്ടികളുടെ മത്സര ഫലമാണ് പ്രഖ്യാപിക്കുന്നത്. ഫലപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പായി ഇതിൽ പങ്കെടുത്ത കുട്ടികൾ എല്ലാവരും മികച്ച നിലവാരം പുലർത്തി എന്നാണ് പറയാനുള്ളത്. മാക്സിമം A ഗ്രേഡ് തരുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിൽ നിങ്ങൾക്കുണ്ടായ കുറവുകൾ പരിഗണിച്ചാണ് പലർക്കും B ഗ്രേഡ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കരുത്. അടുത്ത മത്സരത്തിൽ അല്ലെങ്കിൽ അടുത്ത വേദിയിൽ ഈ കുറവുകളെല്ലാം പരിഹരിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. ഫലപ്രഖ്യാപനം. കോഡ് നമ്പർ D259 A ഗ്രേഡ്, 613 A ഗ്രേഡ്, 612 B ഗ്രേഡ്, 615 A ഗ്രേഡ്,
198 A grade, 193 A grade, 05 B grade, 146 B grade, 451 A grade, 354 A grade, 301 A grade, 554 B grade, 556 A grade, 439 A grade, 437 A grade, 611 B grade, 191 A grade, 513 A grade, 302 A grade. ഇതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പെർഫോം ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് 2 പേരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കി ടോപ്പ് സ്കോർ ആയിരിക്കുന്ന ചെസ് നമ്പർ D451 വിത്ത് A ഗ്രേഡ്. കണ്ണാ എൻ മനമറിന്തരുൾ മന്നാ. കണ്ണാ എൻ മനമറിന്തരുൾ മന്നാ. സെക്കൻഡ് ടോപ്പ് സ്കോറർ കോഡ് നമ്പർ D556 വിത്ത് A ഗ്രേഡ്. ഇനി അടുത്ത ഘട്ട മത്സരത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ മാക്സിമം അരമടത്തിൽ ഇരുന്ന് തട്ടിമിട്ട അടവുകളും തീർമാന അടവുകളും അങ്ങനെയുള്ള അടവിൻ്റെ ക്യൂരിറ്റിയും അഭിനയത്തിൻ്റെ ചാരുതയും ഒട്ടും കുറയ്ക്കാതെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അടുത്ത ഘട്ട മത്സരത്തിലും ഉന്നത വിജയം നിങ്ങൾക്ക് കരസ്ഥം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ഒരു ചെണ്ട കലാകാരനാണ്. 50 വർഷത്തിൽ മേലെയായി ഞാൻ ഈ രംഗത്തുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൽ 36 വർഷമായി അവിടുത്തെ മേളത്തിൽ പങ്കാളിയാണ്. നന്മ ബാലയരങ്ങ് കലോത്സവത്തിൻ്റെ കോഴിക്കോട് ജില്ലയുടെ ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിൻ്റെ വിധി നിർണയമാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. ഒരു മത്സരാർത്ഥി മാത്രം ഉള്ളതുകൊണ്ട് ആ
കുട്ടിക്ക് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ആയതിനാൽ ആ കുട്ടി അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ യോഗ്യത നേടിയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ശ്രീനാഥ്. ഞാൻ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വോക്കലിസ്റ്റും ഒരു ഗസൽ വോക്കലിസ്റ്റുമാണ്. അതല്ലാണ്ട് ഒരു ഫുൾ ടൈം മ്യൂസിഷ്യനാണ് ഞാൻ. ഞാൻ കൽക്കട്ടയിൽ നിന്നാണ് ആക്ച്വലി ജനിച്ചു വളർന്നതും സംഗീതം അഭ്യസിച്ചതൊക്കെ കൽക്കട്ടയിലാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് മ്യൂസിക് ഫീൽഡിലുണ്ട്, പെർഫോമൻസ് ഫീൽഡിലുണ്ട്. കേരളത്തിന് പുറത്തും ബംഗാളിലും അതുമാതിരി തന്നെ നിരവധി സ്ഥലത്തും ഞാൻ പ്രോഗ്രാംസ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ നന്മ ബാലയരങ്ങ് കോഴിക്കോട് ജില്ലാ ഹൈസ്കൂൾ ഗസൽ മത്സരത്തിൻ്റെ വിധി നിർണയമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെയധികം സന്തോഷം ചെയ്യാൻ പറ്റിയതിന്. എല്ലാ കണ്ടസ്റ്റൻസും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തു. നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. എല്ലാവരും ഗസൽ എന്ന് പറഞ്ഞൊരു ആർട്ട് ഫോമിനെ സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ ഹൈസ്കൂൾ ഇതിൽ നമുക്ക് ടോട്ടൽ 3 ഗ്രേഡാണ്, A, B, C. ഹയസ്റ്റ് സ്കോർ കിട്ടുന്ന ഗ്രൂപ്പ് A, അത് കഴിഞ്ഞ് B ആൻഡ് C. അപ്പോൾ ഹൈസ്കൂൾ മത്സരത്തിൽ 2 കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. A ഗ്രേഡ് കിട്ടിയ 2 കണ്ടസ്റ്റൻസ്, അവരെയാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് D01 ആൻഡ് D452 ഇവർ 2 പേരെയാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए, रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए. पहली जा फिर जाने जा, पहले जा फिर जाने जा, फिर जाने जाना हो गए. रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए. इश्क में गैरते जज्बात ने रोने न दिया, इश्क में गैरते, इश्क में गैरते जज्बात ने रोने न दिया, वरना क्या बात थी. നമസ്കാരം, ഞാൻ രാജൻ കയ്യൂർ. കോഴിക്കോട് ജില്ല നന്മ ബാലയരങ്ങ് സംഘടിപ്പിച്ച ഓൺലൈൻ കലാമേളയുടെ ഹൈസ്കൂൾ വിഭാഗം കീബോർഡ് മത്സരത്തിന്റെ വിധി പ്രഖ്യാപിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഏകദേശം 12ഓളം പാർട്ടിസിപ്പൻസ് ആണ് ഇവിടെ ഈ ഹൈസ്കൂൾ വിഭാഗം കീബോർഡ് മത്സരത്തിൽ മത്സരിച്ചത്. അതിൽ 3 പേർക്കാണ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത്, 7 പേർക്ക് ബി ഗ്രേഡ്, 2 പേർക്ക് സി ഗ്രേഡ്. 12ഓളം പാർട്ടിസിപ്പന്റ് മത്സരിച്ചത് ഭൂരിഭാഗവും കുട്ടികൾ കീബോർഡ് എന്ന ഇൻസ്ട്രുമെന്റോട് താതാത്മ്യം പുലർത്തിയില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഇതൊരു പാശ്ചാത്യ ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ടും അതുപോലെ ഇത് 2 കൈയിലാണ് നമ്മൾ കീബോർഡ് ഇൻസ്ട്രുമെന്റ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. ബേസിക് ഇടത് കൈ കോഡ്സ്,
അതുപോലെ കൗണ്ടർ നോട്ട്, വലത് കയ്യിൽ ലീഡ് നോട്ട്സ് ഇതൊക്കെയാണ് വായിക്കേണ്ടത്. അത് പലരിലും അത് കണ്ടില്ല. ഇതിൽ സംസ്ഥാനതല മത്സരത്തിലേക്ക് ക്വാളിഫൈഡ് ചെയ്യുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേവലം സിനിമാ ഗാനത്തിൽ ഒതുക്കാതെ നമ്മൾ സ്വന്തമായി കമ്പോസ് ചെയ്ത നോട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്യൂഷൻ എടുത്ത നോട്ടുകളിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇതിന്റെ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്നെ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ രാജൻ കയ്യൂർ, സംഗീതാധ്യാപകൻ, അതുപോലെ കീബോർഡിസ്റ്റ്. ഇപ്പോൾ സിംഫണി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന സ്ഥാപനം നടത്തുകയാണ്. എന്റെ കൂടെ സഹകരിച്ചത് സരിക റെജി, സംഗീത നൃത്ത അധ്യാപികയാണ്. ഹൈസ്കൂൾ വിഭാഗം കീബോർഡ് മത്സരത്തിൽ സംസ്ഥാന തലത്തിലേക്ക് ക്വാളിഫൈഡ് ചെയ്യുന്ന 2 പേരെ ഞാൻ ഇവിടെ പറഞ്ഞു. ഒന്നാം സ്ഥാനം 151. രണ്ടാം സ്ഥാനം 351. മത്സരിച്ച മുഴുവൻ പാർട്ടിസിപ്പൻസിനും വിധികർത്താക്കളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കോഴിക്കോട് ജില്ലാ നന്മ ബാലയരങ്ങ് സംഘടിപ്പിച്ച ഓൺലൈൻ കലാമേളയുടെ ഭാഗമായി ഹൈസ്കൂൾ വിഭാഗം ഗിറ്റാർ മത്സരത്തിന്റെ വിധി നിർണയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. 2 പാർട്ടിസിപ്പൻസ് ആണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. 2 പേരെയും സംസ്ഥാനതല മത്സരത്തിലേക്ക് ക്വാളിഫൈഡ് ചെയ്തു. കോഡ് നമ്പർ ഞാൻ ഇവിടെ പറയാം. ഒന്നാം സ്ഥാനം 01. രണ്ടാം സ്ഥാനം 451. മത്സരിച്ച പാർട്ടിസിപ്പൻസിന് വിധികർത്താക്കളുടെ അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി. എൻ്റെ പേര് വിനയകുമാർ കരിപ്പുറത്ത്.
ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. സുൽത്താൻ ബത്തേരിയിലെ കോപ്പറേറ്റീവ് കോളേജിലെ അധ്യാപകൻ കൂടിയാണ്. കൂടാതെ കലാകാരന്മാരുടെ ദേശീയ സംഘടനയായിട്ടുള്ള നന്മ വയനാട് ജില്ലയിലെ ഒരു എളിയ പ്രവർത്തകൻ കൂടിയാണ്. വയനാട് ജില്ലയിൽ നടക്കുന്ന കലോത്സവങ്ങൾക്കും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന നാടക മത്സരങ്ങൾക്കടക്കം നിരവധി മത്സരങ്ങളുടെ വിധികർത്താവായിട്ട് പോകാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നന്മ ബാലയരങ്ങ് കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ ഉപന്യാസ രചനാ മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കാനാണ് എത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരുന്ന വിഷയം നല്ല ലോകം സൃഷ്ടിക്കുന്നതിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് എന്നാണ്. 6 കണ്ടസ്റ്റന്റ് മാത്രമേ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഒരു പരിധി വരെ ഈ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാൻ പങ്കെടുത്ത എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലേഖനങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിലയിരുത്തലുകൾ നിർബന്ധമായിട്ടും ഇത്തരം ലേഖനങ്ങൾ എഴുതുന്നവർ നടത്തിയിരിക്കണം എന്നുള്ള ഒരു എളിയ ഉപദേശത്തോടുകൂടി പങ്കെടുത്തവരുടെ ഗ്രേഡ് പ്രഖ്യാപിക്കുകയാണ്. D303 ബി ഗ്രേഡ്, D307 ബി ഗ്രേഡ്, D308 ബി ഗ്രേഡ്, D603 എ ഗ്രേഡ്, D604 ബി ഗ്രേഡ്, D602 എ ഗ്രേഡ്. ഇതിൽ നിന്ന് എ ഗ്രേഡ് നേടിയ 2 പേരെ D603, D602 എന്നിവരെ സംസ്ഥാന തല മത്സരത്തിന് തെരഞ്ഞെടുത്തതായിട്ട് പ്രഖ്യാപിക്കുക. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രമോദ് ദാസ്, പാലക്കാടാണ് സ്വദേശം. കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നർത്തകരും നൃത്തപ്രേമിയുമൊക്കെയാണ്. 10-25 വർഷമായി ശാസ്ത്രീയ നൃത്തങ്ങളുടെ പ്രൊമോട്ടറായി ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ്. നന്മ എന്ന സംഘടന എല്ലാവർക്കും അറിയാവുന്ന പേരെടുത്ത ഒരു സംഘടന തന്നെയാണ്. നന്മയിലെ ആ നന്മ എന്ന വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ അവർ കലാകാരന്മാർക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു നന്മയാണ് അവരുടെ കലോത്സവം. അതുവഴി ഈ സ്വന്തം കല അഭ്യസിക്കാനോ അത് പ്രകടനം നടത്താനോ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണിത്, അവരുടെ കലോത്സവം. അതുപോലെ തന്നെ ചമയം, അതുപോലെ വസ്ത്രാലങ്കാരം, ഇതൊക്കെ ചെയ്യുന്ന കലാകാരന്മാർക്കും ഒരു ചെറിയൊരു തൊഴിൽ സാധ്യത അതുവഴി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ ഈ ഒരു കലോത്സവത്തിനെ നമുക്ക് ഒരിക്കലും താഴ്ത്തി കാണാനാവില്ല. വലിയൊരു സഹായമാണ് ഈ ഒരു വേളയിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മാനുവലിന് അനുസൃതമായി വളരെ വ്യക്തമായ ഒരു മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവരുടെ കലോത്സവം. ആ കലോത്സവത്തിൻ്റെ ഒരു ഭാഗം ചെറിയ രീതിയിലെങ്കിലും ആവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ നന്മ ജില്ലാ കലോത്സവത്തിൻ്റെ മോഹിനിയാട്ടം മത്സരത്തിൻ്റെ വിധി പറയാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വിധിയിലേക്ക് കിടക്കാം. കോഴിക്കോട് ജില്ലയിൽ മോഹിനിയാട്ടം 6 കുട്ടികളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിച്ചിരുന്നത്. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ആ നൃത്തരൂപത്തിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ആ മത്സരത്തിൻ്റെ ഫലത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം കിടക്കുന്നു. ചെസ് നമ്പർ D172 ബി ഗ്രേഡ്,
Chess number D173, A grade. Chess number D424, A grade. Chess number D301, A grade. Chess number D513, A grade. Chess number D520, A grade. ഈ ഇനത്തിൽ നന്മ നടത്തുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ 2 പേരാണ് അർഹത നേടിയിരിക്കുന്നത്. നല്ല നിലവാരം കാഴ്ചവെച്ച ചെസ് നമ്പേഴ്സ് D424, പൂജയ്ക്കു മലരായി കാമ്യകവന്നെ വിരിഞ്ഞൊരു നിഷാദ കന്യ. 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 and chess number D301. ഒരിക്കൽ കൂടി നന്മ കോഴിക്കോട് ജില്ലാ മോഹിനിയാട്ടം ഹൈസ്കൂൾ വിഭാഗം മത്സരം. ഇതിൽ സംസ്ഥാന കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ അർഹത നേടിയത് ചെസ് നമ്പർ D424, പിന്നെ ചെസ് നമ്പർ D301. പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. നമസ്കാരം, ഞാൻ സുധീഷ് മാധവൻ, വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ താമസിക്കുന്നു. കഴിഞ്ഞ 28 വർഷത്തോളമായി കലാരംഗത്ത് തബലിസ്റ്റായി പ്രവർത്തിച്ചു വരികയാണ്. ആകാശവാണിയുടെ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയിൽ കാഷ്വൽ ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചു വരുന്നു. നന്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓൺലൈൻ തബലവാദന മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വീഡിയോ സംഘാടകർ അയച്ചു തരികയുണ്ടായി. അതിൽ ഏറ്റവും മികവ് പുലർത്തിയ 2 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശാസ്ത്രീയത, കാലപ്രമാണം, ചക്രധാർ തിഹായി എന്നിവ വായിക്കുമ്പോഴുള്ള വ്യക്തതയും കൃത്യതയും അതുപോലെ നാദശുദ്ധി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വിജയികളുടെ ചെസ്റ്റ് നമ്പർ താഴെ പറയുന്ന പ്രകാരമാണ്. 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ചെസ്റ്റ് നമ്പർ D303.
രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ചെസ്റ്റ് നമ്പർ D451 451. മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ചെസ്റ്റ് നമ്പർ D302 302. എല്ലാവർക്കും നന്ദി. നമസ്കാരം. നന്മ ബാലയരങ്ങ് കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരത്തിൽ സംസ്ഥാന തലത്തിലേക്ക് അർഹത നേടിയ കോഡ് ലെറ്റർ D617. കൺഗ്രാറ്റുലേഷൻസ്. താനും ദഗനും ദത്തഗനും ദത്തഗനും ദദഗദാനും താനും ദത്തഗനും ദദഗനും ദനും തൊന്ത शिवाय रुद्राय पार्वती संकल्प पुरुषाय എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കലാമണ്ഡലം റസി ഷാജിദാസ്. കലാമണ്ഡലത്തിൽ നിന്ന് ഡിഗ്രി ഡിപ്ലോമ നേടിയിട്ടുണ്ട്. പിന്നീട് BSS കൾച്ചറൽ മിഷൻ്റെ നാട്യപൂർണ്ണ നേടിയിട്ടുണ്ട്. ഞാൻ വയനാട്ടിൽ ചിലങ്ക നാട്യകലാക്ഷേത്രം നടത്തുന്നു. സ്കൂൾ, സബ് ജില്ലാ, ജില്ലാ കലോത്സവങ്ങളിൽ വിധികർത്താവായിരുന്നിട്ടുണ്ട്. 22 വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്നു. നന്മ ബാലയരങ്ങ് കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരത്തിൻ്റെ റിസൾട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത്. പങ്കെടുത്ത എല്ലാ കുട്ടികളും A ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും കുട്ടികൾ പ്രാക്ടീസ് തുടരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഡ് ലെറ്റർ D424. परमपुरुष मनुयामवयं सखी 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 परमपुरुष मनुयामवयं सखी परमपुरुष मनुयाम परमपुरुष मनुयामवयं सखी परमपुरुष मनुयाम.
452. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. രുക്മിണി ഭീഷ്മകസ്യ നന്ദിനി വീരരുക്മി ഭഗിനി രാജസഭാ മണ്ഡപേ. നമസ്കാരം. നന്മ ബാലയരങ്ങ് കലോത്സവം കോഴിക്കോട് ജില്ലയിലെ കഥാപ്രസംഗം ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. 3 കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. D181, D01, D268. ഇതിൽ 2 പേരെ ടോപ്പ് സ്കോററായിട്ട് തിരഞ്ഞെടുക്കണം. ആ നമ്പറുകൾ ഞാൻ അനൗൺസ് ചെയ്യാം. ഒന്നാമത് D181 A ഗ്രേഡാണ്. ശാരദമേഘം ചാമരമായി ചന്ദ്രിക ചന്ദനമായി വാർമഴവില്ലിൻ വർണ്ണപ്പുടവകൾ വാരിയൊടുത്തു ഭൂമി. കാലാന്തരത്തിൽ മനുഷ്യരിൽ 2 വിഭാഗങ്ങൾ ഉരുത്തിരിഞ്ഞു. പ്രകൃതിയുടെ സംഗീതം ശിരകളിൽ വഹിച്ച് ആ മാസ്മര ലഹരിയിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗം. എന്നാൽ ഉദരപൂർണത്തിനായി പ്രകൃതിയുടെ ഉദാന്ത സൃഷ്ടികൾ നശിപ്പിക്കുന്ന മറ്റൊരു വിഭാഗം. യുഗങ്ങൾക്ക് മുമ്പേ ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ത്രേതായുഗത്തിലെ ഒരു സായം സന്ധ്യ. രണ്ടാമത്തെ ആള് D01 A ഗ്രേഡാണ്. പപ്പു പിള്ള നടത്തണ ചായക്കടയിൽ കേറിയാല് പപ്പടമേറെ കിട്ടും പുട്ടും കടലക്കറി വേറെ ഇത്തിരി നേരം ഇരുന്ന് സൊറയ്ക്കാൻ അവിടെ പലരെത്തും ഒത്തൊരുമിച്ചവർ കൈമാറും പല നാട്ടുവിശേഷങ്ങൾ. പപ്പുപിള്ളയുടെ കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമൊയ്തീന്റെ മുറുക്കാങ്കട. അവിടെ വീട് തുറപ്പുകാരനാണ് അതിർമാൻ. പിള്ളയും കുഞ്ഞുമൊയ്തീനും ഉറ്റ ചങ്ങാതിമാരാണ്. കുഞ്ഞുമൊയ്തീന് ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ കൈ ഇങ്ങനെ പിള്ളയുടെ കടയിലേക്ക് നീട്ടും. പാകത്തിന് പാലും പഞ്ചസാരയും ചേർത്ത 1ാം തരം ചായ ആ കയ്യിൽ. മൂന്നാമത് D268 A ഗ്രേഡാണ്. അപ്പം D181നെയും D01നെയും ഉപരി മത്സരത്തിന് സംസ്ഥാനതല മത്സരത്തിലേക്ക് പങ്കെടുക്കാനുള്ള അർഹത നേടിയ വിവരവും അറിയിക്കുന്നു. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഈ 3 പേർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജലജ പ്രസാദ്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം അധ്യാപികയായി ജോലി ചെയ്യുന്നു. വിവിധ കലാമത്സരങ്ങളിൽ കവിതാ രചനാ വിഭാഗത്തിലും ആലാപന വിഭാഗത്തിലും വിധികർത്താവായി സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ല നന്മ ബാലയരങ്ങിലെ പ്രതിഭകൾ മാറ്റുരച്ച കവിത ആലാപന മത്സരത്തിൻ്റെ
വിധി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഈ കൊറോണ കാലത്ത് വീട്ടകങ്ങളിൽ ഭയന്ന് ഇരിക്കുന്ന നമുക്ക് നമ്മുടെ സർഗവാസനകളെ ഇത്തരത്തിലെങ്കിലും ഓൺലൈനിലൂടെയെങ്കിലും മറ്റുള്ളവരെ അറിയിക്കാൻ, നമുക്ക് ആസ്വദിക്കാൻ അവസരമുണ്ടാക്കി തന്ന നന്മയ്ക്ക് നമുക്ക് നന്മകൾ നേരാം, അഭിനന്ദനങ്ങളും നേരാം. നിങ്ങൾ ഭാഗ്യവന്മാരും ഭാഗ്യവതികളും തന്നെയാണ്. HS വിഭാഗത്തിൽ 30 കുട്ടികളും HSS വിഭാഗത്തിൽ 19 കുട്ടികളുമാണ് ഇവിടെ മത്സരിക്കാനുണ്ടായിരുന്നത്. ശ്രമകരമാണ്. ഇത് മുഴുവൻ കേൾക്കുക എന്നുള്ളതും കൃത്യമായി ആസ്വദിച്ച് വിലയിരുത്തുക എന്നുള്ളതും. എങ്കിലും കവിത ആലാപന മത്സരത്തെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ കവിത ആലാപന ശൈലിയെ പറ്റി പറയുമ്പോൾ, കവിതയെ അറിഞ്ഞു പാടുക, അതിൻ്റെ ഉള്ളറിഞ്ഞു പാടുക. ആശയം അറിഞ്ഞു പാടിയാൽ അറിയാതെ നമ്മുടെ ശബ്ദത്തിൽ, മുഖത്ത് ഇല്ലെങ്കിലും ശബ്ദത്തിൽ ആ ഭാവം വരും. എങ്കിലേ കവിതയുടെ ആത്മാവ് പാടുന്നവന്റെ ശബ്ദത്തിലൂടെ കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് എത്തുക. ദൗർഭാഗ്യവശാൽ ഇതിൽ പങ്കെടുത്ത പലരും ആത്മാംശം ഉൾക്കൊണ്ടുകൊണ്ട് കവിതയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് പാടിയിട്ടില്ല. അടുത്ത പാരായണ മത്സരങ്ങളിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. പലപ്പോഴും സംഗീതത്തിന് അമിത പ്രാധാന്യം നൽകുകയും ആശയത്തെ വേണ്ടത്ര പരിഗണിക്കാതെ പാടുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാസറ്റിലൂടെയോ TV ചാനലിലൂടെയോ അല്ലെങ്കിൽ റേഡിയോയിലൂടെ ഒക്കെ കേൾക്കുന്ന ഒരു ഫീലാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കവിതയുടെ ആവർത്തനങ്ങളാണ്. കേട്ടുപഴകിയ ആവർത്തിച്ച് ആവർത്തനം കൊണ്ട് വിരസമാകുന്ന കവിതകളുടെ മോശമല്ല, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മാറ്റം, എപ്പോഴും മാറ്റം, പുതുമ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നാം അറിഞ്ഞിരിക്കേണ്ട, നാം എന്നാൽ അറിയാത്തതായ ധാരാളം നല്ല കവിതകളുണ്ട്. അവ തേടിപ്പിടിക്കുക, അവ ആലാപനത്തിലൂടെ കേൾവിക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഭാവം അറിഞ്ഞുകൊണ്ട് ഉച്ചാരണ ശുദ്ധിയോടെ പാടുക. നന്നായി പാടിയിട്ടുണ്ട് എങ്കിലും അടുത്ത ലെവലിലേക്ക് 2 കുട്ടികളെയല്ലേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ 2 കുട്ടികളുടെ നമ്പർ നിങ്ങൾക്ക് അറിയിക്കാം. അതിനു മുമ്പ് HS വിഭാഗത്തിൽ 30 പേർ പാടിയെങ്കിലും അതിൽ 8 പേർക്ക് A ഗ്രേഡ് ഉണ്ട്, 14 പേർക്ക് B ഗ്രേഡ് ഉണ്ട്, 6 പേർക്ക് C ഗ്രേഡ്, D ഗ്രേഡ് 2 പേർക്ക്. സാരമില്ല, പാടിയ എല്ലാവരും അവനവന്റെ കഴിവിനനുസരിച്ച് പാടി എന്ന് തന്നെ വേണം കരുതാൻ. അതിന്റെ റിസൾട്ട് കോഡ് നമ്പർ 621 D173 173, D305 305, D173 D305 ഇവർ അടുത്ത തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുട്ടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി. മലയാളികൾ ചൂഴുമീ മനോജ്ഞമാം നാട്ടിൽ പല രാജ്യത്തും നിന്ന് പാടറ്റ വാണിജ്യത്താൽ. മലയാളികൾ ചൂഴുമീ മനോജ്ഞമാം നാട്ടിൽ പല രാജ്യത്തും നിന്ന് പാടറ്റ വാണിജ്യത്താൽ. വാരൊളിമുത്തും പട്ടും ജ്ഞാനവിജ്ഞാനങ്ങളും വാരണഗന്ധം ചോരും വൻ ചുരങ്ങളിലൂടെ കാറുകൾ ചീറും കടൽ ചാൽകളിലൂടെ വന്ന് കേറിയതമ്പേ കൂട്ടിയില്ലവും കൊട്ടാരവും. D12 വളരെ നന്നായി പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും, വിജയികൾക്ക് പ്രത്യേകിച്ചും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ KPS പയ്യനടം.
നന്മയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. നന്മയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന നന്മ ബാലയരങ്ങ് ഓൺലൈൻ കലോത്സവം അതിൻ്റെ ജില്ലാ മത്സരങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുക. കോഴിക്കോട് ജില്ലാ ബാലയരങ്ങ് കലോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്രസംഗ മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ, സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങളിൽ വിധികർത്താവായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 6 വർഷമായി സംസ്ഥാന കലോത്സവത്തിൽ നാടകം, ഏകാഭിനയം, മൂകാഭിനയം എന്നിവയുടെ വിധികർത്താവായി പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റ് കലോത്സവങ്ങളിലും പ്രസംഗം, സാഹിത്യരചനാ മത്സരങ്ങൾ ഇവയുടെയൊക്കെ വിധികർത്താവായി പോകാറുണ്ട്. ഇവിടെ നമ്മൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UP വിഭാഗം കുട്ടികൾക്കായി വിവിധ വിഷയങ്ങൾ നൽകിക്കൊണ്ട് പ്രസംഗ മത്സരം നടക്കുകയുണ്ടായി. ആദ്യമായിട്ട് UP വിഭാഗത്തിൻ്റെ മത്സരഫലം പറയാം, ഗ്രേഡ്, ഓരോ മത്സരാർത്ഥിയും നേടിയ ഗ്രേഡ് പറയാം, സംസ്ഥാന തല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ കോഡ് നമ്പറും അതോടൊപ്പം പറയാം. ഹൈസ്കൂൾ വിഭാഗം പ്രസംഗ മത്സരം പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും A ഗ്രേഡുണ്ട്. സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയിട്ടുള്ളത് കോഡ് നമ്പർ 432. ബഹുമാനപ്പെട്ട നന്മ ബാലയരങ്ങ് കലാവേദിയിലെ പ്രവർത്തകരെ, എൻ്റെ മറ്റു പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് വളരെയേറെ പ്രസക്തിയേറിയ ഒരു വിഷയം തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് വളരെയേറെ പുരോഗമിച്ചിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രവർത്തനം ഇന്ന് എത്രത്തോളം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ എന്ന ഈ വൈറസ് ലോകം മുഴുവൻ പിടിപെട്ട ഈ സാഹചര്യത്തിൽ വിദ്യാലയത്തിൽ പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമുക്കുണ്ടായത്. അപ്പോൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചതിന്റെ ഫലമായാണ് ഇന്ന് നമ്മൾ ഈ വേദിയിൽ നിന്നും പ്രസംഗിക്കുന്നതും അതുപോലെ തന്നെ സ്കൂളിലെ ക്ലാസുകൾ കാണുന്നതുമെല്ലാം. കോഡ് നമ്പർ 151. നമുക്കറിയാം, നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയം നാം ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല 5-6 മാസത്തോളം നമ്മൾ വീടുകളിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നത്. വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും അത്. ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ്. നമ്മളുടെയൊക്കെ പഠനം ഓൺലൈൻ ക്ലാസ്സുകളിലാണ്. അതിന് മൊബൈൽ ഫോണോ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സംവിധാനം അത്യാവശ്യമാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മൊബൈൽ ഫോൺ ഇല്ലാത്തവർക്കും TV ഇല്ലാത്തവർക്കൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓൺലൈൻ ക്ലാസ് കാണാൻ വേണ്ടി TV ആയിട്ടും മൊബൈൽ ഫോണായിട്ടും കുറേ സംഘടനകൾ, ഗവൺമെൻറ് ആയിട്ടും എല്ലാവരും പല സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് മൊബൈൽ ഫോൺ വെറും കളിച്ചിരിക്കാൻ, നമ്മുടെ വിനോദങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാണ്. പക്ഷേ ഈ സമയം തെളിയിച്ചു വന്നിരിക്കുകയാണ് മൊബൈൽ ഫോണിലൂടെയും എല്ലാം നടക്കുമെന്നും. ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകം എന്നാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമസ്കാരം. ഞാൻ കലാശ്രീ കലാമണ്ഡലം വാസുദേവൻ മാസ്റ്റർ. കഴിഞ്ഞ 52 വർഷക്കാലമായി നൃത്തരംഗത്തും മൃദംഗവാദനത്തിലും തുള്ളൽ കലാരംഗത്തുമായി പ്രവർത്തിച്ച് വരുന്നു. ഈശ്വരകൃപ ഈ കാലയളവിനുള്ളിൽ ഒട്ടനവധി ശിഷ്യസമ്പത്തുകളെ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടുവാനും എനിക്ക് സാധിച്ചു. ഞാൻ സംസ്ഥാന കലോത്സവം, കേരളോത്സവം, യൂണിവേഴ്സിറ്റി തുടങ്ങിയ നിരവധി കലോത്സവങ്ങളിൽ നൃത്തത്തിനും മൃദംഗവാദനത്തിനും തുള്ളലിനുമായി നിരവധി തവണ വിധികർത്താവായി പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമ, സീരിയൽ രംഗത്തും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഞാൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായുള്ള നന്മയിൽ കൂടി ഓൺലൈനായിട്ട് നടത്തുന്ന കലോത്സവത്തിൻ്റെ, കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൻ്റെ
ഹൈസ്കൂൾ വിഭാഗം ഓട്ടം തുള്ളലിൻ്റെ ഫലമാണ് ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു കുട്ടിയാണ് പങ്കെടുത്തത്. ഹൈസ്കൂൾ വിഭാഗം ചെസ് നമ്പർ D606 ഈ ഒരു കുട്ടിയാണ് ഇവിടെ പങ്കെടുത്തത്. എന്നാൽ അല്പസ്വല്പ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ തുള്ളലിൻ്റെ കുഞ്ചൻ്റെ തനത കലയായ ഈ തുള്ളലിൻ്റെ തനിമ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ പെർഫോമൻസ് ചെയ്ത ഈ കുട്ടിക്ക് ആദ്യമായി എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ സംസ്ഥാനത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എ ഗ്രേഡോടുകൂടി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ കുട്ടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ കവിതാർ നായർ. കേരള നടനത്തിൽ നന്മ ജില്ലാ ബാലയരങ്ങ് കലോത്സവത്തിൽ വിധികർത്താവായി ഞാൻ ഇരുന്നിട്ടുണ്ട്. എന്നെക്കുറിച്ചുള്ള ചെറിയൊരു ബയോഡാറ്റ: കേരള കലാമണ്ഡലത്തിൽ നിന്നും മോഹിനിയാട്ടം അഭ്യസിച്ചു. അതുകൂടാതെ കൽക്കട്ട കലാമണ്ഡലത്തിൽ നിന്നും ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്. കേരള നടന പ്രമുഖ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൂടാതെ പല സ്ഥലങ്ങളിലും വിധികർത്താവായി 25 വർഷത്തെ സേവനം. അതുപോലെ സ്വന്തമായി നടന വൈഖരി നൃത്ത വിദ്യാലയം കണ്ണൂർ നടത്തി വരുന്നു. അടുത്തതായി എൻ്റെ കൂടെ ഇരുന്നത് പ്രിയങ്ക ജിതിനാണ്. പ്രിയങ്ക ജിതിൻ കലാമണ്ഡലം ലീലാമണി അമ്മയുടെ കീഴിൽ ഡാൻസ് അഭ്യസിച്ചിട്ടുണ്ട്, ഭരതനാട്യം. അതുകൂടാതെ കേരള നടന, മോഹിനിയാട്ടം എന്നിവ പ്രമുഖ ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിക്കുകയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വിന്നറായി 3 തവണ മാറുകയും ചെയ്തിട്ടുണ്ട്. ചിലങ്ക കലാക്ഷേത്ര നടത്തി വരുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എനിക്കിവിടെ തന്നിരിക്കുന്നത് HS ആൺകുട്ടികളുടെ കേരള നടനത്തിൻ്റെ വിധി പ്രഖ്യാപനമാണ്. 2 കുട്ടികൾ മാത്രമേ ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ. കോഡ് നമ്പർ 301, കോഡ് നമ്പർ 621. ഈ 2 എണ്ണമായിരുന്നു. ഇതിൽ 301 കുറിച്ചും 621 കുറിച്ചും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ശംഭോ മഹാദേവ എന്ന ഐറ്റം ആയിരുന്നു കേരള നടനത്തിൽ 301 ചെയ്തത്. കേരള നടനത്തിൻ്റെ ചുവടുകൾ അല്ല ഉപയോഗിച്ചത്. കാരണം ആ നമ്മുടെ വടക്കൻ രീതിയിലുള്ള ഒരു കഥകളി ചുവടിൻ്റെ ഒരു സാമ്യമാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വേഷവിധാനങ്ങളൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഫാനൊക്കെ വെച്ചിട്ടുള്ള ഭരതനാട്യത്തിനെ പോലത്തെ വേഷവിധാനങ്ങളൊക്കെ വന്നു. അങ്ങനെ ശിവലിംഗമുദ്ര, തിരമാലയെ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ കുട്ടിയുണ്ട്. എന്നാലും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി 621 ശിവസ്തുതിയാണ് ചെയ്തത്. കൈലാസമുദ്ര ഒന്ന് ശരിയായിട്ട് കാണിച്ചില്ല. മുദ്രകൾ വൃത്തി കുറച്ച് കുറവാണ്. അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു. കലാശങ്ങളൊന്നും കൂടി വൃത്തിയാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയിലേക്ക് എത്താൻ പറ്റും. അതുപോലെ ഇവർ 2 പേരെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. കോഡ് നമ്പർ 301, കോഡ് നമ്പർ 621 രണ്ടും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. 2 പേർക്കും നല്ലൊരു വിജയാശംസകൾ.
മാധവ ഭൂഷികാ വ്യാഘ്രാംബരധരം ജടില ഞാനിവിടെ പറയാൻ പോകുന്നത് HS ഗേൾസിൻ്റെതാണ്. മൂന്ന് കുട്ടികളാണ്. എനിക്ക് 3 കുട്ടികളുടേതാണ് എനിക്ക് റിസൾട്ട് പറയാനുള്ളത്. അതിൽ ഒന്നാമതായിട്ട് 181 HS ഗേൾസിൻ്റെതാണ്. 181 ഒട്ടേറെ അപാകതകൾ ആ കുട്ടിയുടെ നൃത്തത്തിലുണ്ട്. കാരണം കൂടുതലായിട്ടൊന്നും ഇപ്പോൾ എനിക്കിതിൽ പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, കൈക്കൊപ്പം കണ്ടുപോകുന്നില്ല, മുദ്ര ശരീരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു. പിന്നെ എടുത്തിരിക്കുന്ന ശിവസ്ഥാനം വളരെ ദൂരെയാണ്, കാരണം മുദ്ര ശരിയല്ല, നിലവിട്ടാണ് കാണിക്കുന്നത്. പ്രണതോസ്മി എന്ന് പറയുമ്പോൾ ഭക്തിയായി നമസ്കരിക്കണം. ഭരതനാട്യത്തിൻ്റെ നടക്കുന്നു. ശങ്കരാചാര്യർ പൂണൂൽ കാട്ടുന്നത്, ഇത് പൂണൂലിൻ്റെ ഒക്കെ ആ മുദ്ര ഇത് ചെയ്യുന്നതൊക്കെ വളരെ ഒരു മോശമായിട്ട് തോന്നി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ കുട്ടിയുടെ ഇതിലുണ്ട്. അപ്പം അങ്ങനെയാണ് 181. ഇനി അടുത്തതായിട്ട് 182 കലാശങ്ങളൊക്കെ ഒന്നും ഒരു വൃത്തിയില്ല, കൈമുദ്രയൊന്നും ഒരു വൃത്തിയില്ല. കേരള നടനത്തിൻ്റെ ഒന്നും എന്താ പറയുക, കലാശങ്ങളൊന്നും അല്ല അതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ സംഗീതവും സാഹിത്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ കുട്ടിയുടെ ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു 301. നല്ല ഒരു കേരള നടന തനതായ ശൈലിയിൽ തന്നെ നല്ല രീതിയിൽ ആ കുട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. രൗദ്രാഭിനയത്തിൽ മാത്രം ഒരു ഇത് തോന്നും, പക്ഷേ വളരെ ഭംഗിയായിട്ട് ആ കുട്ടി അത് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ 3 കുട്ടികളെ കുറിച്ചുള്ള നമ്മുടെ 2 പേരുടെയും കാഴ്ചപ്പാട്. ഇതിൽ ഒന്നാം സ്ഥാനം 2ാം സ്ഥാനം എന്നില്ല. ഇതിൽ സെലക്റ്റഡ് ചെയ്തിരിക്കുന്നത് 182 301 182 സെലക്റ്റഡ് ആയിരിക്കുന്നത്. 3 കുട്ടികൾക്കും ഞങ്ങളുടെ വിജയാശംസകൾ. ഞാൻ റോസ്കാൻസ് ടീച്ചർ, വയനാട് ജില്ലയാണ്. നന്മ പിന്നെ വനിതാ വിഭാഗത്തിൻ്റെ, അതായത് സർഗവനിതയുടെ ജില്ലാ ട്രഷറും കൂടിയാണ്. ഞാനൊരു സംഗീതാധ്യാപിക, കേരള സംഗീത കലാക്ഷേത്രം കൽപ്പറ്റ, കേരള സംഗീത കലാക്ഷേത്രം മാനന്തവാടി, കേരള സംഗീത കലാക്ഷേത്രം ബത്തേരി, കേരള സംഗീത കലാക്ഷേത്രം മീനങ്ങാടി
എന്നീ ഇവിടങ്ങളിലുള്ള ബ്രാഞ്ചുകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരള സംഗീത കലാക്ഷേത്രത്തിൻ്റെ പ്രിൻസിപ്പാളും ഡയറക്ടറും കൂടിയാണ്. എന്നെ നമ്മുടെ അജിതേച്ചി നമുക്ക് ബാലരംഗിൻ്റെ കുറച്ച് ജഡ്ജ്മെൻറ്റ് തന്നിരുന്നു. ശാസ്ത്രീയ സംഗീതം HSും ശാസ്ത്രീയ സംഗീത HSSും ലളിത സംഗീത HSും ലളിത സംഗീതത്തിൻ്റെ HSSും ആയിട്ടുള്ള റിസൾട്ടാണ് ഞാനിവിടെ അനൗൺസ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് ഞാനൊരു സംഗീത അധ്യാപികയ്ക്ക് പുറമെ ഒരു 250 സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന, നിങ്ങളെപ്പോലുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാണ്. കൂടാതെ 2010 ഞാനൊരു ആർട്ട് ഓഫ് കൾച്ചർ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു അവാർഡ് ജേതാവാണ്. വയനാട് സംഗീതത്തിന് കൊടുത്ത സംഭാവനകളെ കുറിച്ച് ഉള്ള ലെവലിലാണ് കാവാലം നാരായണ പണിക്കർ ഒരു അവാർഡ് എറണാകുളത്ത് വെച്ച് തന്നിരിക്കുന്നു. കൂടാതെ ഒത്തിരി ശിക്ഷകണങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് നല്ല രീതിയിൽ പോയിരിക്കുന്നു. ഇപ്പോൾ മഴവിൽ മനോരമയിൽ അനുശ്രീ അനിൽകുമാർ എന്ന് പറഞ്ഞ എൻ്റെ ശിക്ഷ പാടിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ നിരവധി യുവജനോത്സവങ്ങളിലും മത്സരങ്ങളിൽ സ്റ്റേറ്റ് വരെ മത്സരങ്ങളിൽ പങ്കെടുക്കാനും ജഡ്ജ്മെൻറ്റിനും പോയുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട്. HS വിഭാഗം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ റിസൾട്ടാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. മത്സരത്തിൽ 6 പേര് പങ്കെടുത്തിരുന്നു. അതിൽ 2 പേർക്ക് A ഗ്രേഡും ഒരാൾക്ക് B ഗ്രേഡും 3 പേർക്ക് C ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും കുഴപ്പമില്ലാണ്ട് പാടി. ചെറിയ മക്കളല്ല ഇവർ, നല്ല കുട്ടികൾ, പിന്നെ പഠിച്ചു വരുന്നതിലേ ഉള്ളൂ. അതിൽ 2 പേർക്ക് ഇത് നെക്സ്റ്റ് തലത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം നമ്മൾ ജഡ്ജ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നു. D/05 മാജാനകി ജഡബതക മാജാനകി ജഡബതക മാജാനകി ജഡബതക മാജാനകി ജഡബതക മാജാനകി ജഡബതക മഹാരാജു വൈതി മാജാനകി ജഡബതക D/630 ആയിട്ടുള്ള നമ്പറിന് ശാസ്ത്രീയ സംഗീത വിഭാഗത്തിലേക്ക് നെക്സ്റ്റ് മേഖലയിലേക്ക് പോകാനായിട്ട് ഈ മത്സരത്തിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നന്നായിട്ട് പാടിയിട്ടുള്ള 2 മക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ബാക്കിയുള്ളവരും നന്നായി പാടിയിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്ന് ഒരു പൊട്ടി മുൻഗണന ഇവർക്ക് പാടുന്നതിൽ ഉണ്ടായിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതം. ഇനി കോഴിക്കോട് ബാലരംഗിലെ ലളിത സംഗീത HS വിഭാഗം, അതിൽ 25 പേര് പാടിയിട്ടുണ്ടായിരുന്നു. 25 പേരിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട് എല്ലാ കുട്ടികളും. മത്സരത്തിൽ 14 പേർക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, 5 പേർക്ക് B ഗ്രേഡ് കിട്ടിയിട്ടുള്ള, 6 പേർക്ക് C ഗ്രേഡും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് 25 പേരായിരിക്കണം. മത്സരത്തിൽ നല്ല നല്ല പാട്ടുകൾ മക്കൾ പാടി വെച്ചിട്ടുണ്ട്. പിന്നെ 14 പേർക്കും A ഗ്രേഡ് കിട്ടണമെങ്കിൽ 14 പേരും ഏകദേശം നന്നായിട്ട് പാടിയ കുട്ടികളാണ്. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ തോതിലൊരു ശ്രുതി ഔട്ട് വന്നവർക്കാണ് ഈ B ഗ്രേഡ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ A ഗ്രേഡിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ 6 പേർക്ക് ഒരു C ഗ്രേഡും. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട് 25 പേരും. മത്സരത്തിൽ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുത്തത് D/16 16. അകലേ അകലേ അകല പുഴയ്ക്കുമക്കരേ
അരികേ അരികേ അനുരാഗ നദിക്കുമിക്കരേ. പിന്നെ വേറെ രണ്ടുപേരെ വേണമല്ലോ. അപ്പോൾ പിന്നെ കിട്ടിയിരിക്കുന്നത് D*03. എഴുതാൻ മറന്ന കിനാവു പോലെ തുലാമഴയും പെയ്തൊഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നവനീത് കൃഷ്ണൻ. കാസർഗോഡാണ് വീട്. ഞാൻ ഒരു വയലിനിസ്റ്റാണ്. BA RLV കോളേജിലും MA വയലിൻ ട്രിവാൻഡ്രം സ്വാതിരുനാൾ കോളേജിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയലിനിൽ നാഷണൽ വിന്നറാണ്. അതുപോലെ നിരവധി വേദികളിൽ വയലിൻ സോളോ പ്രോഗ്രാം ചെയ്യുവാനും അതേപോലെ അക്കമ്പനി ചെയ്യുവാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ. അതുപോലെ സ്കൂൾ കലോത്സവം, അതുപോലെ വായനാശാല കലോത്സവം, ഇങ്ങനെയുള്ള കലോത്സവങ്ങളിലും ജഡ്ജ്മെൻറ്റ് നടത്തി വരുന്നു. നന്മ കലോത്സവത്തിൻ്റെ HS വിഭാഗം വയലിൻ വിധി നിർണയമാണ് ഞാനിവിടെ നടത്തുന്നത്. 7 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 5 കുട്ടികൾക്ക് A ഗ്രേഡും 2 കുട്ടികൾക്ക് B ഗ്രേഡുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ അടുത്ത ലെവലിലേക്ക് കടന്നിരിക്കുന്നത് 2 കുട്ടികളാണ്. കോഡ് നമ്പർ D607 A ഗ്രേഡ്, D152 A ഗ്രേഡ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ പേര് ജോസ്. വയനാട് ജില്ലയിലെ മാനന്തവാടി സ്വദേശിയാണ്. അതുപോലെ തന്നെ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വയനാട് ജില്ല എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. ഞാൻ ജോസ് ആർട്ടോൺ എന്ന പേരിൽ വയനാട് ജില്ലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. എൻ്റെ തൊഴിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ചിത്രകലയാണ്. ഒപ്പം തന്നെ വയനാട് ജില്ലയിൽ നടക്കുന്ന ഇതര മത്സരങ്ങളിൽ ജഡ്ജായിട്ട് പോകാറുള്ള വ്യക്തിയാണ്. സ്കൂൾ യുവജനോത്സവങ്ങൾ, കേരളോത്സവം, ഇതര സാമൂഹിക സാംസ്കാരിക സംഘടനയുടെ കലാമത്സരങ്ങൾ, ക്ലബ്ബുകളുടെ മത്സരങ്ങൾ, ഇന്റർ സോൺ മത്സരങ്ങൾ, ഇതിലെല്ലാം ജഡ്ജായി പങ്കെടുത്തിട്ടുള്ള ആളാണ്.
ഹൈസ്കൂൾ സെക്ഷൻ പെൻസിൽ ഡ്രോയിങ് ആണ്. ഹൈസ്കൂൾ സെക്ഷൻ പെൻസിൽ ഡ്രോയിങ്ങും ഒപ്പം തന്നെ ഹൈസ്കൂൾ സെക്ഷൻ വാട്ടർ കളർ. ഇതിൽ പങ്കെടുത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒന്നിൻ്റെ കാര്യമുണ്ട്. ഈ പെൻസിൽ ഡ്രോയിങ് ഒക്കെ പറയുമ്പോൾ അതിൽ ഹ്യൂമൻ അനാട്ടമി ധാരാളം വരുന്നതാണത്. അതായത് ഫിഗറേറ്റീവ്. അതിൽ അനാട്ടമിക്കൽ പ്രൊപ്പോർഷൻ കൊണ്ടുവരുന്ന കാര്യങ്ങളില്ല. ആക്ഷൻ ഡ്രോയിങ്സിൽ അത്ര അങ്ങ് വന്നിട്ടില്ല. ഷെയ്ഡിങ് ആണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വിഷയമാണത് എനിക്ക് തന്നിട്ടുള്ളത്. ആ വിഷയത്തിനെ ആ രീതിയിൽ സമീപിക്കണമെന്നുകൂടി പറയുകയാണത്. എങ്കിൽ തന്നെ കുറേയെല്ലാം അവർ ആ നീതി പുലർത്തിയിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ഗ്രേഡ് കിട്ടിയവർ D553 എ ഗ്രേഡും D315 ബി ഗ്രേഡും D641 സി ഗ്രേഡും നേടിയിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗം വാട്ടർ കളറാണ്. അതിൽ D314 എ ഗ്രേഡ്, D601 ബി ഗ്രേഡ്, D309 സി ഗ്രേഡ് പ്രകാരമാണ് വന്നിട്ടുള്ളത്. കളർ കോമ്പിനേഷനൊക്കെ ഏതാണ്ടൊക്കെ അങ്ങ് റെഡിയായിരുന്നേ ഉള്ളത്. എങ്കിലും വാട്ടർ കളറ് കുറച്ചുകൂടി പ്രാക്ടീസ് ആകേണ്ടതായിട്ടുണ്ട്. അത് വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ മറ്റ് മീഡിയങ്ങളിൽ നിന്നും കുറച്ച് ടഫാണത്. അത് പ്രത്യേകം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നാൽ കാണാൻ ഏറ്റവും സുന്ദരവുമാണ്. പിന്നെ നല്ല പേപ്പർ അതേപോലെയുള്ള ക്വാളിറ്റി മീഡിയംസുകളൊക്കെ ഉപയോഗിക്കണം. എങ്കിലും അതിൻ്റെ റിസൾട്ട് നന്നാവും കേട്ടോ. ഓക്കെ. നമസ്കാരം. എൻ്റെ പേര് രാജഗോപാലൻ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്താണ് വീട്. 10-20 വർഷത്തോളമായി നാടകരംഗത്ത് നടനായും നാടകകൃത്തായും പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ നന്മ സംഘടിപ്പിച്ച ഓൺലൈൻ കലോത്സവത്തിലെ ഏകാഭിനയത്തിൻ്റെ വിധിയാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 17 കുട്ടികളും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 5 കുട്ടികളുമാണ് മത്സരിച്ചിരുന്നത്. മത്സരങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന പോലെ വിധി നിർണ്ണയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ വിശദമായി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയിട്ടുള്ളത് ചെസ് നമ്പർ D149. ശിവന്റെ പിടച്ചിൽ അവസാനിക്കാനായി ജീവന് വേണ്ടി ഞരങ്ങുന്ന കുഞ്ഞ് മനസ്സിൽ നിന്നും മാറുന്നില്ല ആ ചിത്രം. കൊടും പട്ടിണിയുടെ ദാരുണ ചിത്രം ലോക മനസാക്ഷിക്ക് കാണിച്ചു തന്ന കെവിൻ കാട്രെ ലോകം നിഷ്കരണം പുലഭ്യം വിളിച്ചു. 2ാം സമ്മാനം D03. ശില്പങ്ങൾ കൊത്തി എന്റെ വിരലുകളെല്ലാം നഷ്ടമായി. ജീവനില്ലാത്ത ശിലയിൽ നിന്നും ഞാൻ നിനക്ക് രൂപമേകി. ഉരഞ്ഞു തീരുന്ന അങ്കുലികളാൽ ഞാൻ നിനക്ക് മിഴിവ് നൽകി. വിരലുകൾ നഷ്ടമായ കൈകളുമായി ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഇനിയൊരു ശില്പം നിർമ്മിക്കാനാവില്ല എന്ന ഹൃദയം നുറുങ്ങുന്ന ഓർമ്മയിൽ ഈ ജീവൻ എടുത്തെ തിരുനടിയിൽ ബലിയർപ്പിക്കുന്നു. എന്റെ ചെറുമനൊരു തെറ്റും ചെയ്തിട്ടില്ല. 3rd പ്രൈസ് D380. എല്ലാവരും A ഗ്രേഡ് നേടിയിട്ടുണ്ട്.